എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാരും എന്നോട് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്താണ് ബ്രോ മാർവലിന്റെയും സോണിയുടെയും സ്പൈഡർമാനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഇല്ലേ, കാര്യങ്ങളില്ലേ എന്നൊക്കെ ഒത്തിരി പേര് നമ്മുടെ കമന്റ്സിനകത്ത് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ആൻസർ തരാഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റീസൺ എനിക്കും പ്രത്യേകിച്ച് ഒരു കൺഫർമേഷൻ ഒരു സോഴ്സിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഈവൻ ഞാനും വലിയൊരു സ്പൈഡർമാൻ ഫാൻ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാനും ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി തന്നെ. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ് സോണിയുടെ ഭാഗത്തുനിന്ന് സ്പൈഡർമാനെ കുറിച്ചിട്ട് സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോണേ. ടോബി തിരിച്ചു വരുമോ, ആൻഡ്രൂ തിരിച്ചു വരുമോ, അതോ ടോം ഹോളൻഡ് തന്നെ ആയിരിക്കും, അതോ ഇനി പുതിയ ആരെങ്കിലും ആയിരിക്കുമോ സ്പൈഡർമാനായിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് തുടങ്ങിക്കാം. സോ നോവേ ഹോമിന് ശേഷം നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടോബി ആണോ, ടോം ഹോളൻഡ് ആണോ, ആൻഡ്രൂ ആണോ, ഭൂരിഭാഗം ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 80-90% ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് ആൻഡ്രൂ ഗാർഫീൽഡ് തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് അതിന് ശേഷമാണ് ഹെവിലി അമേസിംഗ് സ്പൈഡർമാൻ 3 എന്ന് പറഞ്ഞ സിനിമ ഇറക്കണമെന്ന് പറഞ്ഞ് കുറേ ഫാൻസ് സ്നൈഡർ കട്ടിന് പോലെ എന്താ പറയുക സമരം ചെയ്യുന്നത് പോലെ നമുക്ക് അമേസിംഗ് സ്പൈഡർമാൻ 3 വേണ്ടി സമരം ചെയ്യുന്നത് നമുക്ക് #, മൂവ്മെൻ്റ് എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ. ആൻഡ് അതിന് ശേഷം നമുക്ക് ഏകദേശം കുറേ പുതിയ കൺഫർമേഷൻ ആൻഡ്രൂയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇനിയും കൂടുതൽ സോണി ആയിട്ടുള്ള പ്രൊജക്റ്റ് പുള്ളിക്കാരൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ മാർവൽ സോണി ആയിട്ടുള്ള പ്രൊജക്റ്റിൽ തന്നെ. പക്ഷെ നമുക്ക് ആൻഡ്രൂവിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നോവേ ഹോമിന് വരെ പുള്ളിക്കാരൻ എത്ര കിഡിലഡായിട്ടാണ് ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്തതെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണ്. ഇത് ഞാനല്ല, ഇത് മറ്റാരോ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോണിയുടെ പല പ്രീമിയറിലും നമുക്ക് എന്താണെങ്കിലും ആൻഡ്രൂ ഗാർഫീൽഡിനെ കാണാനും സാധിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പല റിപ്പോർട്ടേഴ്സ് ചെന്ന് എന്താണ് പുതിയ അമേസിംഗ് സ്പൈഡർമാൻ 3 കുറിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൻഡ്രൂ ചുമ്മാ ചിരിക്കുകയല്ലാതെ നമുക്ക് വേറൊരു പുതിയ റെസ്പോൺസ് ഒന്നും നമുക്ക് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇത് ഒരു രീതിയിൽ ആസ് ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അമേസിംഗ് സ്പൈഡർമാൻ 3 എപ്പോഴോ എവിടെയോ എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ച് സംഭവിക്കണമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റീസെൻ്റ്ലി ആൻഡ്രൂ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ഒരു മേജർ കഥാപാത്രം അതിനകത്ത് ചെയ്യേണ്ടതായിരുന്നു. ആൻഡ് ആ സിനിമയിൽ നിന്ന് പുള്ളിക്കാരൻ ആ സിനിമ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഒരു വലിയൊരു സിനിമ പുള്ളിക്കാരൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വേണം. ആൻഡ് അത് നമ്മൾ ഇപ്പോൾ നോക്കിയാൽ നമുക്കൊരു അങ്ങനത്തെ ഒരു വലിയൊരു പ്രൊജക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ കണ്ടിട്ടുള്ള സോണിയുടെ പല ഇവൻറ്റ്സ് അല്ലെങ്കിൽ മാർവലിൻ്റെ പല ഇവൻറ്റ്സിലെല്ലാം നമ്മൾ ആൻഡ്രൂവിനെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, എന്തെങ്കിലും ഒരു വലുത് കിട്ടാതെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ വിട്ടുകളയാൻ തോന്നുന്നുണ്ടോ? എനിക്കെന്താണെങ്കിലും പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ ജസ്റ്റ് കമിയോടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം കമിയോ നമുക്ക് വേണമെങ്കിൽ പല സിനിമയിൽ കൂടി നമുക്ക് കിട്ടാം. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ മാഡം വെബ് വരുന്നുണ്ട്, പിന്നെ ക്രേവൻ ദ ഹണ്ടർ വരുന്നുണ്ട്. വെനം 3 റീസെൻ്റ്ലി അവർ അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു സോണിയുടെ ഇത് സോണി വേഴ്സിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അമേസിംഗ് സ്പൈഡർമാൻ 2 അത്രയ്ക്ക് വലിയൊരു ഫിലിം അല്ലായിരുന്നു. അതായത് സോണിയെ സംബന്ധിച്ച് അതൊരു ഫ്ലോപ്പായിരുന്നു. ഇവൻ ദോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു എൻഡിങ് ഒക്കെ അവർക്ക് സത്യം തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്വെൻ സ്റ്റേസി മരിക്കുന്നൊരു കാര്യങ്ങളൊന്നും നമ്മൾ ഇത്രയും ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഫിലിം നമുക്ക് കാണാൻ കഴിയില്ല സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ. എന്നിരുന്നാലും അവർ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമയ്ക്കകത്ത് ബാക്കിയുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു ആ സിനിമ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു മിഡ് ക്രെഡിറ്റ് സീനും നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സോണി സിനിസ്റ്റർ 6 ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യം തന്നെ. ഈ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് റീസെൻ്റ്ലി മോർബിംഗ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വൾച്ചർ മോർബിയസിനെ മീറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെ. സോ ഏകദേശം നമുക്ക് ഇപ്പോഴും ഒരു കാര്യം ഊഹിക്കാം. കാരണം സത്യം പറഞ്ഞാൽ സോണിയുടെ മെയിൻ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേസിംഗ് സ്പൈഡർമാൻ 3 ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്താ പറയേണ്ടത്, ഇവർ സത്യം പറഞ്ഞാൽ സിനിസ്റ്റർ 6 ഒരു ഫിലിം ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് അൺഫോർച്ചുനേറ്റ്ലി വർക്കായില്ല. അതിൻ്റെ ഇടയിലായിരുന്നു അവർ സത്യം പറഞ്ഞാൽ മാർവൽ ആയിട്ടുള്ള ആ ഒരു ഡീല് വെച്ചത്. സോ തികച്ചും മാർവലിന് വേണ്ടി മാത്രമാണ് ടോം ഹോളൻഡിനെ അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മാർവൽ അല്ലെങ്കിൽ MCU സ്പൈഡർമാൻ എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഒബ്വിയസ്ലി ആൻഡ്രൂവിനും പ്രത്യേകിച്ച് അതിനകത്ത് വോയിസ് ഒന്നുമില്ല. കാരണം അമേസിംഗ് സ്പൈഡർമാൻ 2 ഭയങ്കര പരിതാപകരമായിരുന്നു അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ. സോ അതുകൊണ്ട് തന്നെ അതിനൊരു എക്സ്പെക്റ്റഡ് സീക്വൽ കിട്ടാനും ഒരു സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയല്ല.
നോ വേ ഹോമിന് ശേഷം ഏറ്റവും കൂടുതൽ ഫാൻസ് സ്പെക്കുലേറ്റ് ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ആൻഡ്രൂവിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഫിലിം കിട്ടും എന്നുള്ളൊരു കാര്യം. കാരണം ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിനകത്തും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു കമിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നതല്ല. ആൻഡ്രൂ മാത്രമല്ല ടോബിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഈ ഒരു യൂണിവേഴ്സിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എല്ലാം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു വന്നേക്കണം, അല്ല ജസ്റ്റ് ഒരു കമിയോ ചെയ്ത് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടല്ല പുള്ളി തിരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം സീക്രട്ട് വാഴ്സിൽ ഇവരെല്ലാവരും വരും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും സോണി വേഴ്സിലേക്ക് നോക്കിയാൽ അവിടെ ഒരു സ്പൈഡർമാൻ ഇല്ല. സ്പൈഡർമാൻ്റെ അഭാവമാണ് ആ ഒരു യൂണിവേഴ്സിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം വെനത്തിൻ്റെ ഒറിജിൻ തന്നെ ആക്ച്വലി റിലേറ്റ് ചെയ്തിട്ടുള്ളത് സ്പൈഡർമാനാണ്. കാരണം ആദ്യം സ്പൈഡർമാനെ ആ ഒരു സിംബിയോട്ട് സ്പൈഡർമാൻ്റെ മേത്ത് കയറി കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ്റെ ഒരു വില്ലനാകുന്നത്, ആ ഒരു ഒറിജിനൽ വെനത്തിൻ്റെ ലോഗോ വരുന്നത്. അതൊന്നും നമുക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ടോം ഹാർഡി റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെനം 3 ഈ ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമയായിരിക്കും. ആൻഡ് എന്താ പറയേണ്ട, എൻഡ് ഗെയിം ആയിരിക്കും, വെനത്തിൻ്റെ എൻഡ് ഗെയിം ആയിരിക്കും വെനം 3 എന്നുള്ളൊരു കാര്യമാണ് ടോം ഹാർഡി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റീസെൻ്റ്ലി നമ്മുടെ ന്യൂസ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാന വില്ലൻ ടോക്സിനാകാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം ഇതിനു മുമ്പുള്ള സിനിമയിൽ നമ്മൾ കാർണേജിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ആൻഡ്രൂ അതിനകത്ത് വരുമോ എന്ന് ചോദിച്ചാൽ അതൊരു റൂമർ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്പൈഡർമാൻ്റെ അപ്പിയറൻസ് നമുക്ക് അതിനകത്ത് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെ. നമുക്ക് ഇത്രയും നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഒരു കമ്മിയോ ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ വെനം 3യേക്കാളും കുറച്ചും കൂടി സാധ്യതയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ക്രേവൻ ദ ഹണ്ടർ തന്നെയാണ്. കാരണം ക്രേവൻ ദ ഹണ്ടർ നേരത്തെ അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേറ്റ് അവർ മൊത്തത്തോടെ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കറൻ്റ്ലി ഫിലിം ഒത്തിരിയധികം രീതിയിൽ റീഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് റീഷൂട്ട് എന്നുള്ളൊരു കാര്യം ഊഹിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒബ്വിയസ്ലി റീസെൻ്റ്ലി ഇറങ്ങിയ സ്പൈഡർമാൻ്റെ ആ ഒരു PS5 ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്രേവൻ എത്ര കിഡിലനായിട്ടുള്ളൊരു സ്പൈഡർമാൻ വില്ലനാണെന്നുള്ളൊരു കാര്യം തന്നെ. സോ മേ ബി ചിലപ്പോൾ ഒരു സ്പൈഡർമാനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം ആ ഒരു സിനിമയും റീഷൂട്ടിൽ കൊണ്ടുപോയെന്നുള്ളൊരു കാര്യം നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഒരു സിനിസ്റ്റർ 6ഉം അമേസിങ് സ്പൈഡർമാൻ 3 എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെയും ആ ഒരു ഫാക്റ്റ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ആരുടെയെങ്കിലും സിനിമ കൺഫേം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടോം ഹോളൻഡിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസി കണ്ടിന്യൂ, ടോബി മേക്കറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമുക്ക് എന്താണെങ്കിലും ലഭിച്ചിട്ടില്ല. പക്ഷേ ആൻഡ്രൂ ഗ്രാഫീൽഡിൻ്റെ അമേസിങ് സ്പൈഡർമാൻ 3 സ്റ്റിൽ അത് നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം പണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞു സ്നൈഡർ കട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് ഫൈനലി നമുക്ക് സ്നൈഡർ കട്ടിന് ലഭിച്ചില്ലേ. അതേപോലെ അമേസിങ് സ്പൈഡർമാൻ 3 ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു ഹിൻറ്റ് മാഡം വെബ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, വലിയ സ്പോയിലറൊന്നും അല്ല, മൈൽഡ് സ്പോയിലർ. ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾ തിയേറ്ററിൽ പോയ സിനിമ കാണാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാണാൻ പോകുന്നവരോട് ഐ എം സോറി, കുറച്ച് സ്പോയിലർ ഞാൻ പറയും. സോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് തന്നെയാണ്. ഒരു 30 സെക്കൻഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടിൽ പോയി കാണുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി മാഡം വെബിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രീക്വലാണ് ഈ ഒരു എൻ്റെ സ്പൈഡർമാൻ സിനിമയ്ക്കകത്ത്. ആൻഡ് ഇവർ യങ്ങർ സെൽഫ് ഓഫ് പീറ്റർ പാർക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നതാണെന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ ഡയറക്റ്റ്ലി ഈ സിനിമ വെനം 3 ആയിട്ട് കണക്റ്റഡ് ആണ്. സോ മേ ബി വെനത്തിൻ്റെ ഒരു കമിയോയും കൂടി നമുക്ക് എന്താണെങ്കിലും മാഡം വെബിൽ ലഭിക്കുമെന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയായിരിക്കും ആദ്യമായി വെനവും കൊച്ചു പീറ്റർ പാർക്കർ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു പീറ്റർ പാർക്കർ വളർന്ന് വലുതായി ഏത് സ്പൈഡർമാൻ ആവുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ സ്പെക്കുലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം മറ്റാരുമല്ല ആൻഡ്രൂ ഗ്രാഫീൽഡ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആക്ച്വലി ഒരു പ്രോപ്പർ ടൈം ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു ടൈം ലൈൻ മാച്ച് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം മാഡം വെബ് സത്യം പറഞ്ഞാൽ ലോക്കി സത്യം പറഞ്ഞാൽ ആ ഒരു ലോക്കിയുടെ ഫൈനൽ സീസണിൽ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ടൈം ലൈനും ടൈപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ ഒരു കാര്യം തന്നെയാണ് മാഡം വെബിനെ കൊണ്ടും സോണി വേഴ്സിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ. സോ കാരണം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, വെനത്തിനെ ആക്ച്വലി മാഡം വെബിനകത്ത് പീറ്റർ പാർക്കറിനെ മീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും വെനത്തിന് ആ ഒരു വില്ലൻ ആർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഫസ്റ്റ് വെനം ഒരു വില്ലനായ മാത്രമേ വെനത്തിന് സത്യം പറഞ്ഞാൽ ആൻറ്റി ഹീറോ ആകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പ്രസൻ്റ്ലി വെനത്തിൻ്റെ ആ ഒരു സിനിമയിലെ വെനത്തിനെ നോക്കിക്കഴിഞ്ഞാൽ വെനം ഒരു ഹീറോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അത് എന്താണ് സോണി ആ ഒരു ടൈം ലൈനിൽ ഉദ്ദേശിക്കണം എന്നുള്ളൊരു കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഇതായിരിക്കും ഏകദേശം മാഡം വെബിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ എന്താണെങ്കിലും 2 സിനിമകൾ നമുക്ക് ഏകദേശം അതായത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം.
സിനിസ്റ്റർ 6ഉം അത് കൂടാതെ തന്നെ അമേസിംഗ് സ്പൈഡർമാൻ 3യും. ഇത് റീസെൻ്റ്ലി കുറച്ചും കൂടി കൂടുതൽ ഈ ഒരു ആൻഡ്രൂ ഗ്രാഫീൽഡ് പല ഇൻ്റർവ്യൂസിനകത്തും വരുന്നതും റിപ്പോർട്ടേഴ്സ് കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ MCUയിലേക്ക് പോവാം. അവിടെ എന്താണ് സ്പൈഡർമാൻ്റെ പുതിയ പ്രോഗ്രഷൻ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഒബ്വിയസ്ലി ടോം ഹോളണ്ട് സ്പൈഡർമാൻ 4 വരുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പുതിയ ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ 4 വരും. ആൻഡ് ഈ സിനിമ വലിയ ബ്രഹ്മാണ്ഡമായ സിനിമ പോലെയൊന്നും ആയിരിക്കില്ല. അതായത് നോവേ ഹോം പോലെയൊന്നും ആയിരിക്കില്ല, മൾട്ടിപ്പിൾ MCU ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ കുറച്ചും കൂടി കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് സ്പൈഡർമാൻ ഡെയർ ഡെവിൾ ആയിട്ട് ടീമപ്പ് ചെയ്ത് കിൻപിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നോർമലി ഉള്ള ഒരു ഗ്രൗണ്ടഡ് വില്ലന്മാരായിട്ട്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MCUവിനകത്ത് കിൻപിൻ ആയിരിക്കും ഗ്രൗണ്ടഡ് വില്ലന്മാരുടെ താനോസ് എന്നുള്ളൊരു കാര്യം അവരെന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫേസിലേക്കായിരിക്കും സ്പൈഡർമാൻ്റെ 4ാം പാർട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സ്പൈഡർമാൻ 5 സംഭവിക്കും. അവിടെയായിരിക്കും സിംബിയോട്ട് സാഗ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒബ്വിയസ്ലി നോവേ ഹോമിനകത്ത് അതായത് അറ്റ്ലീസ്റ്റ് ടോം ഹാർഡി വന്നിട്ട് കുറച്ച് സിംബിയോട്ടിനെ MCUയിൽ ഇട്ടിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എന്താണെങ്കിലും കിട്ടും. ചിലപ്പോൾ അത് ഒരു ആക്ച്വൽ പ്രോപ്പർ വില്ലനായിട്ടുള്ളൊരു വെനമായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഏകദേശം നമുക്ക് ഇപ്പോഴും അതും നമുക്ക് എന്താണെങ്കിലും എന്താ പറയുക സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് വെനം 3യെ കുറിച്ച് ചെറിയൊരു ഇൻഫോർമേഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനോഫേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലനും ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. ആൻഡ് ഫൈനലി ടോക്സിനും വെനവും കൂടി ചേർന്നിട്ട് ടീമപ്പ് ചെയ്തിട്ട് സിനോഫേജിനെ തോപ്പിക്കാൻ പോകുന്നുള്ളൊരു കാര്യം. കാരണം നമുക്കറിയാം ടോക്സിൻ കോമിക്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോക്സിൻ ഒരു ആൻറ്റി ഹീറോ തന്നെയാണ്. ആൻഡ് വെനത്തിനേക്കാളും കാർണേജിനേക്കാളും 10 ടൈംസ് പവർഫുൾ കൂടി തന്നെയാണ് ഒബ്വിയസ്ലി ടോക്സിൻ. സോ ആ ഒരു പ്ലോട്ട് ലൈൻ എങ്ങനെ പോകുന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിൽ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. സോ ടോം ഹോളണ്ടിനെ കുറിച്ച് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് പുള്ളിക്കാരനെ ഡയറക്റ്റ്ലി അവർ വെച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് വാഴ്സിലേക്ക് തന്നെയാണ്. സോ മേ ബി ചിലപ്പോൾ ഇത് സത്യമാവണേ 5ാമത്തെ സിനിമയിൽ അവർ സിംബിയോട്ട് സാഗ സ്റ്റാർട്ട് ചെയ്യും. നേരെ സീക്രട്ട് വാഴ്സിൽ വരും. നമ്മൾ ആ ഒരു കോമിക് ബുക്ക് കവറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ ബ്ലാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനെല്ലാം തന്നെ. അതെല്ലാം ചിലപ്പോൾ മാർവൽ റീക്രിയേറ്റ് ചെയ്യും സീക്രട്ട് വാഴ്സിൽ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു കോമിക്സ് ആണ്. സീക്രട്ട് വാഴ്സിൻ്റെ കവർ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. സോ മേ ബി സ്പൈഡർമാൻ ഒരു വില്ലനായിട്ട് വരുമായിരിക്കാം. ആൻഡ് ആൻഡ്രൂ ഗ്രാഫീൽഡും ടോബി മെക്കോറും കൂടി ചേർന്നിട്ട് ആ ഒരു സിംബിയോട്ടിനെയും പുള്ളിക്കാരൻ്റെ മേത്തുനിന്ന് മാറ്റാൻ സഹായിക്കുമായിരിക്കും. കാരണം ടോബിക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ മാർവലിൻ്റെയും അതുകൂടാതെ തന്നെ സോണിയുടെയും ഭാഗത്തുനിന്ന് എന്താണ് സ്പൈഡർമാൻ്റെ അപ്ഡേറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് തന്നെ. ആൻഡ് ഇതെല്ലാം ഞാൻ ഇപ്പോഴും പറയാം, ഇതെല്ലാം ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂമേഴ്സും അല്ലെങ്കിൽ സ്പെക്കുലേഷനും തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ആക്ച്വലി ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ടോം ഹോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൻഡ്രൂ ഗ്രാഫീൽഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഏകദേശം ഈ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ടോബി ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കമിയോ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സാധ്യത ടോബി ഫാൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം സീക്രട്ട് വാഴ്സിൽ നമുക്ക് ടോബി അണ്ണനെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാതെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഏത് സ്പൈഡർമാന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ്? ഏതൊക്കെ ആൾക്കാരുടെ കമിയോസ് നിങ്ങൾക്ക് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം? മാഡം വെബ് ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.